ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണോ നീ പറയുന്നേ? നീ അത് പറഞ്ഞിട്ടൊന്ന് പോയേ. ആ ചേട്ടന്റെ മുഖം പോകുന്നത് കാണണം. ഒറിജിനൽ പടാ, ഒറിജിനൽ ആക്ടിങ് ആണാ. അതിന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കട്ട്. വീണ്ടും എടുക്കുന്നു പറയേണ്ട ആവശ്യമില്ല. ഒരു വട്ടം തന്നെ ചേട്ടൻ റെഡി ആക്കിക്കോളും. ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങളുടെ വീഡിയോ. നീച്ചേ, ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ വീഡിയോ ആയിട്ട് ഇടുന്നടാ, കോമഡികള്. ശ്യാം ചേട്ടനാണ് ചോദിച്ചത് അഭിയേട്ടനോട്. അഭിയേട്ടാ, നിങ്ങൾ രക്ഷപ്പെട്ടു പോവാണോ ഒരു ദിവസം ലൈവില്? ആ, ഇവിടെ നിന്ന് കഴിഞ്ഞ പറ. 12 പേര് മേളിലിരിപ്പുണ്ടടി. ഒന്ന് താഴേക്ക് ഇറങ്ങി ഒരു 12 പേര്. മൗനവ്രതമുള്ള 9 പേര്, ഇപ്പൊ 9 പേരുള്ളൂ. ഒന്ന് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോ നമുക്ക് ചാറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ജീവിത കഥകളൊക്കെ പറയാം. ഫ്രീ ആയിട്ട് ഇവിടെ മീൻ തരാൻ പോലും ആളുണ്ട്. കണ്ട, താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞപ്പോ എല്ലാവരും ഓടി. നിങ്ങൾക്ക് എന്തോരാ മീൻ വേണം? വാ താഴേക്ക് വാ. അതന്നെ, നമ്മുടെ മൊയലാളി ഇവിടെ ഉണ്ട്. മൊയലാളി നമ്മുടെ കൊള്ളാന്ന് പറയുന്നുണ്ട്. ആണല്ലോടാ സിബി. അതാടാ ലൈഫ് ഒന്നേ ഉള്ളൂടാ, അടിച്ചു പൊളിക്കാം. എന്റെ വീഡിയോ എങ്ങനെ ഉണ്ട്? കണ്ടാ? ഇന്നത്തെയാണോ? ഞാൻ കണ്ടിട്ടില്ലടി, ഇന്ന് കാണണം. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഒരു പണി കഴിഞ്ഞിട്ടില്ല. ഞാൻ ലൈവ് കഴിഞ്ഞു. അങ്ങനെ രചന ചേച്ചി ലൈവിൽ കയറിയിട്ട് ഹായ് പറഞ്ഞ് ലൈക്ക് ചെയ്തിട്ട് ഇറങ്ങി. പിന്നെ ഇവിടെ ഒരു പണിക്കടി കോള് വന്നോണ്ടിരിക്കുന്നു. കോള് 6. മേളിലിരുന്ന് ചുമ്മാ നോക്കിട്ട് ഒന്ന് താഴേക്ക് ഒന്ന് കമന്റ് ചെയ്യൂ. ലൈക്കൊക്കെ തരൂ. കുറച്ച് സംസാരിച്ചിട്ടൊക്കെ നമുക്ക് പോവാം. കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കും. നിശ ചേച്ചിയുടെ ഹസ് അതെ അതെ. കുറച്ച് കലിപ്പനാണെന്ന് തോന്നുന്നു. ഒരിക്കലുമില്ല. OCBക്ക് അറിയത്തില്ലാണ്ട് അതാ. അഭിയേട്ടനും എല്ലാം ഒരുപോലെയാ. എടാ അവരിങ്ങനെ തമാശ ഇവരെല്ലാ തമാശയ്ക്കും എല്ലാ കുട്ടികൾക്കും നിൽക്കും. പക്ഷെ ഇവരൊരു സ്വഭാവം ഉണ്ടേ, ദേഷ്യം വന്നു കഴിഞ്ഞാ പേടിക്കണം. അടിക്കുമ്പോ എന്റെ ചാനൽ തന്നെ ഇല്ല അതൊക്കെ എന്റെ ഏട്ടൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ. ചേട്ടന് ദേഷ്യമുണ്ട്, ആവശ്യത്തിനേ ഉള്ളൂ. അതായത് അനാവശ്യമായിട്ട് ദേഷ്യപ്പെടില്ല. ആ സ്വഭാവം ഇക്കുള്ളത്. തൊട്ടേനും പിടിച്ചതിനൊക്കെ ഞാൻ ദേഷ്യപ്പെടും. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടും. ഒരു തുണി ഇവിടെ മാറി കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ചീർപ്പ് ഇവിടുന്ന് മാറി കഴിഞ്ഞാൽ പോലും ദേഷ്യം വരും. കാരണം അടുക്കളയിലും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ കയറിയാ ഞാൻ അപ്പൊ കല്ലിയുള്ളൂ. എനിക്ക് നല്ല ദേഷ്യമാണ്. പക്ഷെ അയാൾക്ക് ദേഷ്യം വരില്ല. പക്ഷെ വന്നു കഴിഞ്ഞാ പിന്നെ ആ ഭാഗത്ത് തന്നെ കാണില്ല. മുഖം കണ്ടിട്ട് ദേഷ്യം തോന്നുന്നല്ലോ. ഞാൻ കാണിച്ചു തരാം. ഇത് എഡിറ്റഡ് പിക്ക് അല്ല, ഒറിജിനൽ അല്ലാത്ത ഫേസ് ഇടാം. ഒരു മിനിറ്റ്. എടാ ഇവരൊക്കെ നല്ല എൻജോയ്മെന്റ് ആയതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നേ. അല്ല പിന്നെ, അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ പൂട്ടിക്കെട്ടിയിരുന്നേ. നിന്നോടൊക്കെ ഇങ്ങനെ വെച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് അവൾക്കായാലും പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, അത്രമാത്രം. അതിപ്പോ എല്ലാവരുടെ ജീവിതത്തിലും അല്ലല്ലോ. ലൈഫിലേക്ക് ഒന്നും ബാധിക്കാൻ പാടില്ല. ലൈഫിലേക്ക് എന്തെങ്കിലും ബാധിക്കാൻ തുടങ്ങിയാൽ കഴിഞ്ഞു അതോട് കൂടിയിട്ട്. ഏട്ടൻ പറയണ നീ ലൈവ് ഇട്ടോ ഒക്കെ ചെയ്തോ, പക്ഷെ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യത്തിൽ കുട്ടികളെ കൊണ്ടാ നേരത്തൊക്കെ നീ നിന്റെ വല്ല അത് ശ്രദ്ധിക്കണം. നീ കുട്ടികളെ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കുക. അതൊക്കെ ഫുൾ സപ്പോർട്ടാണെടാ. അതൊന്നും കുഴപ്പമില്ല. അതപ്പൊ അവളുടെ ആയല്ലോ കേട്ടോ. അവളുടെ ചേട്ടനോട് നീ സംസാരിച്ചിട്ടില്ലേ? അന്ന് നീ ലൈവിൽ ഉണ്ടായില്ല. ഞാൻ ഇവളും കൂടി ടുഗദറിൽ കയറിയപ്പോ ചേട്ടനാണ് ടുഗദറിൽ ഇരുന്നത്. ഇവളവിടെ ജോലി ചെയ്യായിരുന്നു. ഇല്ലായിരുന്നു, ടുഗദർ കയറിയപ്പോ ഇല്ലായിരുന്നു. അന്നൊരുത്ത ടുഗദറിൽ കയറിയില്ലേ, എന്റെ ടുഗദറില്. അന്ന് ഉണ്ടായിരുന്നില്ല. ഉണ്ട്. പാട്ടൊക്കെ തപ്പി വരാന്നൊക്കെ പറഞ്ഞിട്ട്. ഷോ എത്ര ജോലി. ഞാൻ ഫോട്ടോ മാറ്റി. ഫോട്ടോ മാറ്റിയോ അവിടെ? എടി എനിക്കറിയാം പൊന്നുവിന്റെ ഫോട്ടോ എവിടെടി? നീ എപ്പോഴും ഇവരുടെ ഫോട്ടോയില് ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചാണ്. എവിടെ പൊന്നു? എടി എന്റെ ക്യാമറമാൻ പൊന്നു അടി. കണ്ടിട്ടേ നീ ഇടയ്ക്ക് അതിന്റെ ഫോട്ടോ ഇട്. അവളുടെ ഉണ്ടടി. നീ ഇടുന്നില്ല, അതാ ഞാൻ പറഞ്ഞത്. നീ ഇടാനാ പറഞ്ഞത്, മനസ്സിലായോ? അങ്ങനെ നീ ഇട്. ഫോട്ടോസുകളുണ്ട്, നീ ഇടുന്നില്ലാന്നാ പറഞ്ഞത്.